Hi guys, welcome back to my YouTube channel. So in നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ ബട്ടർ നാൻ ആണ്. Hope everyone is doing well. So let's get back to the video. So ബട്ടർ നാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ആവശ്യം all purpose flour 2 കപ്പ് അല്ലെങ്കിൽ മൈദ that is 2 കപ്പ് നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു എഗ്ഗ് ആഡ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഹാഫ് ടീസ്പൂണാണ് ഞാനിവിടെ ഈസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇഫ് യു വാണ്ട് നിങ്ങൾക്ക് 3/4 ടീസ്പൂൺ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിലേക്ക് നമ്മൾ വാം വാട്ടർ ഒരു 2 ടേബിൾ സ്പൂണ് ആഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ മിൽക്ക് ഒരു 1/4 കപ്പാണ് ആഡ് ചെയ്യേണ്ടത്. അതിലേക്ക് നമ്മൾ അതിനുശേഷം ഷുഗർ ഒരു 1 ടീസ്പൂൺ ആഡ് ചെയ്യണം. ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ആഡ് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം ഞാൻ യോഗേർട്ട് ആഡ് ചെയ്യുന്നുണ്ട്. യോഗേർട്ട് 2 ടേബിൾ സ്പൂണാണ് ആവശ്യമുള്ളത്. സോ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാൻ. അതിനുശേഷം പിഞ്ച് ഓഫ് സോൾട്ട് അക്കോർഡിംഗ് ടു യുവർ ടേസ്റ്റ് നിങ്ങൾക്കത് ആഡ് ചെയ്യാം. ആൻഡ് പിന്നെ ആഡ് ചെയ്യുന്നത് ബട്ടറാണ്. ബട്ടർ 2 ടേബിൾ സ്പൂൺ ഓർ 1 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിപ്പോൾ 1 ടേബിൾ സ്പൂൺ ആയാലും 2 ടേബിൾ സ്പൂൺ ആയാലും ഒരു കുഴപ്പമില്ല. അത്രത്തോളം മാവ് സോഫ്റ്റ് ആവും. സോ മാവ് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരു 2 hours അതൊന്ന് കവർ ചെയ്തിട്ട് നമ്മൾ വെക്കാം. സോ അതിനിടയ്ക്ക് ഞങ്ങൾ ചിക്കൻ ഫ്രൈൻ്റെ മസാല റെഡിയാക്കി വെച്ചു. സോ ഇതിലേക്ക് ആഡ് ചെയ്തത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊറിയാൻഡർ ഇതൊക്കെ പേസ്റ്റാക്കി അതിലേക്ക് കുറച്ച് കോൺഫ്ലോറും മുളക് പൊടിയും ബിരിയാണി മസാല ആൻഡ് ചിക്കൻ മസാല പൊടി ആൻഡ് യോഗേർട്ട് ആൻഡ് ക്രീം ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഒരു 1 hour വെച്ചതിന് ശേഷം അത് ഡീപ്പ് ഫ്രൈ ചെയ്തു. സോ എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബട്ടർ നാൻ ബട്ടറിൽ നമ്മൾ പാനിൽ ഫ്രൈ ചെയ്തു. Yeah, that's all. So hope you like the video. Bye bye.